അപ്പം മക്കളെ നമ്മളതൊക്കെ മഞ്ചേച്ചീൻ്റെ കാര്യങ്ങളോട് ആരോട് മറന്നു വരുത് കേട്ടോ. നമ്മളെ ചിഹ്ന ഏതാന്ന് ഓർമ്മല്ലേ? നമ്മളെ ചിഹ്ന ഏതായിനോടോ? നമ്മളെ ചിഹ്നം ചെരുപ്പ് കേട്ടോ. പിന്നെ പല ആളുകളും പറയുന്നുണ്ട് ഞാൻ മഞ്ചേച്ചി ഫുള്ള് പുരയിലേക്ക് കൊണ്ടുപോയതാണ് കഴിഞ്ഞല്ലോ മത്സരിച്ച് ജയിച്ചിട്ട്. നിങ്ങൾക്കറിയാലോ ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. എതിർ പാർട്ടിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ പറഞ്ഞ ഗോസിപ്പ് അതാണ്. എല്ലാം ഞാൻ എൻ്റെ പുരയിലേക്ക് കൊണ്ടുപോയിന്ന്. സത്യമാണ്. തെങ്ങും തൈ ഞാൻ പുരയിലേക്ക് കൊണ്ടുപോയിക്ക്. അത് 5 കൊല്ലം കൊണ്ട് കായ്ക്കുന്നത് തെങ്ങും തയ്യാന്നാണ് പറഞ്ഞത്. ഇത് മണ്ടരി പിടിച്ച തെങ്ങാണോ എന്നൊക്കെ അമ്പക്ക് പറയുമോ. അതുകൊണ്ട് ഞാൻ അത് കൊണ്ടുപോയി പുരയെ കൊണ്ടുപോയി കുഴിച്ചിട്ട് നോക്കി. ഇപ്പം അത് 5 കൊല്ലമായപ്പോൾ കായ്ക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്രാവശ്യം നിങ്ങൾക്ക് എല്ലാവർക്കും തരും കേട്ടോ തെങ്ങ്. പിന്നെ പറഞ്ഞത് എന്താ, കട്ടിൽ ഞാൻ പഞ്ചായത്ത് കൊട്ടിയ കട്ടിലൊക്കെ ഞാൻ എൻ്റെ പുരയെ കൊണ്ടുപോയി എൻ്റെ കുടുംബക്കാർക്ക് കൊടുത്ത്. മക്കളെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോന്നിക്ക്. അതെന്തിനാ? ആ കട്ടിലിൻ്റെ മുകളിൽ കിടന്നിട്ട് അത് ഉറപ്പുള്ളതാണോ, നല്ല മരമാണോ, കുത്തിപ്പോന്ന മരമാണോ എന്നൊക്കെ നോക്കണ്ടേ? അല്ലേ നിങ്ങൾ പറയൂലേ മെമ്പർ തന്ന് കട്ടിൽ മുറിഞ്ഞ് വീണ് ഊര പോയി എന്നൊക്കെ. അതുകൊണ്ട് മാത്രം അപ്പം ഇപ്രാവശ്യം കട്ടിലും ഉണ്ട് നിങ്ങൾക്ക്. പിന്നെ തെങ്ങും തയ്യും എല്ലാം ഞാൻ തരുന്നുണ്ട്. പിന്നെ പ്രായമുള്ളവർ കണ്ണിന് സുഖമില്ലാത്തവരോടൊക്കെയാണ് പറയേണ്ടത്. ആരും ഇപ്പം കണ്ണിന് വയ്യാന്ന് വിചാരിച്ചിട്ട് കണ്ണ് ഡോക്ടറൊന്നും കാണിക്കണ്ട. ഓൽക്കൊക്കെ നമ്മൾ ഓപ്പൺ വോട്ട് ചെയ്ത് കൊടുക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ ബൂത്തിൽ. അതുകൊണ്ട് ഇത് കഴിഞ്ഞിട്ട് പോയാൽ മതി നിങ്ങൾ. ഓക്കെ. പിന്നെ എല്ലാവരെയും കൂട്ടാൻ വണ്ടി ഞാൻ പുരയിലേക്ക് പറഞ്ഞയക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അതിലൂടെ നടന്നോ ഇടവയ്ക്കോ പോയടുത്ത് കൂടിയോ ഒക്കെ അങ്ങ് പോയിക്കോളാണ്ടി. എങ്ങനെയെങ്കിലും അങ്ങ് പോയിക്കോളി മക്കളെ. ഇവർക്ക് കുറേ ആളെയൊക്കെ കൂട്ടി വരാനുള്ളതല്ലേ. അപ്പം നമ്മളെ ചിഹ്നങ്ങൾ മറക്കല്ലേ. ചെരുപ്പ് വരുന്ന 5 കൊല്ലം ഞാൻ എൻ്റെ ചെരുപ്പ് നിങ്ങൾക്ക് വേണ്ടിയാണ് ഇടുന്നത്. അത് നിങ്ങൾ മറന്നു പോകരുത്. ഓക്കേ.